ലോകചരിത്രം നോക്കിയാൽ ഫാസിസത്തിൻ്റെ കടന്നുവരവ് വളരെ മൃദുവായിട്ടായിരിക്കും. മൃദുവായി അമർന്നിടുന്ന ഒരനുഭവമായിരിക്കും. അത് വരുമ്പോൾ ഒച്ചപ്പാടോ ബഹളങ്ങളോ ഉണ്ടാകാറില്ല. പതുക്കെ വന്ന് പതിയെ മൃദുവായി നമ്മുടെ തോളത്ത് തട്ടും. ഒരു സ്നേഹസ്പർശത്തോടെ ആയിരിക്കും ഫാസിസം നമ്മളെ വന്ന് തൊടുക. അതിൻ്റെ കരാള രൂപം അവസാനമാണ് പുറത്തു വരിക. ആദ്യമൊന്നും ഒരു ബഹളങ്ങളോ ഒച്ചപ്പാടോ ഉണ്ടാവില്ല. അക്രമങ്ങളും രക്തച്ചൊരിച്ചിലും ഒന്നും ഉണ്ടാവില്ല. പതുക്കെ പതിയെ പൂച്ച ശബ്ദമുണ്ടാക്കാതെ നടന്നു വരുന്ന പോലെ ഒരു സ്നേഹ കൈ നമ്മുടെ തോളത്ത് വന്ന് മൃദുവായി അമരുന്നത് പോലെയായിരിക്കും ഫാസിസം വരിക. അതാണിപ്പോൾ ഇന്ത്യയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന കലയുടെ കാര്യത്തിലും കലാ സൃഷ്ടികളുടെ കാര്യത്തിലും സിനിമയാവട്ടെ, നാടകമാവട്ടെ, പുസ്തകമാവട്ടെ, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന, ഉറപ്പു തരുന്ന സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങനെ ഇല്ലാണ്ടാവുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന എമ്പുരാൻ സിനിമ മാത്രമെടുത്താൽ മതി. അവിടെയാണ് ഞങ്ങൾ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. എമ്പുരാനിൽ പങ്കുചേർന്നവർക്കിപ്പോൾ അവർ തമ്പുരാക്കന്മാരായോ? അവർക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നു കഴിഞ്ഞു. ആദ്യം ആ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി അവസാനം അതിന് കൈയയച്ച് സഹായിച്ച, പണം മുടക്കിയ ഗോകുലം ഗോപാലനെ, ഗോകുലം ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനെ ആദ്യം ED പിടിച്ചു. കഴിഞ്ഞ ദിവസം ഗോകുലം ഗ്രൂപ്പിൻ്റെ ചെന്നൈയിലെ പ്രധാന ഓഫീസിലും കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും മണിക്കൂറുകൾ, പാതിരാത്രി വെളുപ്പാങ്കാലം വരെ നീണ്ട റെയ്ഡ് നടന്നു. രേഖകൾ പിടിച്ചെടുത്തു. ഗോകുലം ഗോപാലിനെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു, ചെന്നൈയിൽ വിളിച്ചു വരുത്തിയിട്ട്. അപ്പോൾ EDക്ക് ഒരു കേസ് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു തെളിവുമില്ലാതെ എത്രയോ പേരെ, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ്റിനോട് ചേരാത്ത ബിസിനസ്സുകാരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു. വർഷങ്ങളോളം പലരും ജയിലിൽ കിടന്നിരിക്കുന്നു. അവസാനം പല കേസും തെളിയാതെ കോടതി ജാമ്യം കൊടുക്കേണ്ടി വന്നു, വിട്ടയക്കേണ്ടി വന്നു. ഒരു സ്റ്റാറ്റ്സ് കണക്ക് പറയുന്നത് ഈ ED ചാർജ് ചെയ്ത കേസുകളിൽ 100 കേസെടുത്താൽ 98 കേസുകളും തെളിവില്ലാതെ വെറുതെ വിട്ടു എന്നാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. 2% കേസുകൾ മാത്രമാണ്, 2% ഇല്ല, അതിൽ താഴെ കേസുകൾ മാത്രമാണ് കുറ്റം തെളിയിക്കാൻ EDക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളെ, അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കാത്ത ബിസിനസ്സുകാരെ, ഗോകുലം ഗോപാലനാവട്ടെ ആരാവട്ടെ, അവരെയൊക്കെ ഒതുക്കുക എന്നത്, ജയിലിൽ പിടിച്ചുകൊണ്ട് ഇടും എന്നുള്ള ഭീഷണി വരെ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഗോകുലം ഗോപാലിൻ്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തു. ഗോകുലം ഗോപാലിനെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. അതിന് പിന്നാലെ പൃഥ്വിരാജിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ആദായ നികുതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് വന്നിരിക്കുന്നു. അദ്ദേഹം ഏറ്റവും അവസാനം അഭിനയിച്ച ഈ എമ്പുരാൻ ഒഴികെയുള്ള ജനഗണമന, അതുപോലുള്ള കടുവ തുടങ്ങിയ സിനിമകളിൽ, ഏറ്റവും അവസാനം അഭിനയിച്ച ചില സിനിമകളിൽ അദ്ദേഹം പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ചു. അതിന് പകരം സഹനിർമ്മാതാവായിട്ട് അതിൻ്റെ ലാഭവിഹിതമാണ് കിട്ടിയത്. അപ്പം അങ്ങനെ വലിയ പണം പൃഥ്വിരാജ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഇൻകം ടാക്സ് നോട്ടീസ് പൃഥ്വിരാജിന് വന്നിരിക്കുന്നത്. ഇപ്പം ഇതെല്ലാം വരാൻ കാര്യം എമ്പുരാൻ്റെ റിലീസിന് ശേഷമാണ്. അതെന്തുകൊണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ഇനി ആരെയാണ് പിടിക്കാൻ പോകുന്നത്? മുരളി ഗോപിയെ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ മുരളി ഗോപിയെ. പിന്നെ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും, അവർക്ക് രക്ഷപ്പെടാൻ ഒരു വാതായനം തുറന്നു കിടപ്പുണ്ട്, 2 വാതായനങ്ങൾ. മോഹൻലാലിന് ഇപ്പം തന്നെ, മോഹൻലാലിനോട് ഇവിടുത്തെ ഹിന്ദുത്വ സംഘപരിവാറിന് ഒരു ആനുകൂല്യമുണ്ട്, ഒരു മമതയുണ്ട്. ആ മമത മറ്റുള്ളവരോടോ, ഗോകുലം ഗോപാലിനോടോ പൃഥ്വിരാജിനോടോ ഇല്ല. പിന്നെ അതുകൊണ്ട് മോഹൻലാലിന് ഒരു സംഖ്യയായിട്ട് മാറാൻ വളരെ എളുപ്പമാണെന്ന് നമുക്ക് വിചാരിക്കാം, കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഒരു ED ചോദ്യങ്ങളും വരില്ല. അതേപോലെ ആന്റണി പെരുമ്പാവൂരിന് ഒരു വഴി കിടപ്പുണ്ട്, ക്രിസംഖ്യയായാൽ മതി, അദ്ദേഹത്തിനും കേസിൽ നിന്ന് ഊരാൻ പറ്റും. പക്ഷേ എല്ലാവരെയും വെറുതെ വിടില്ല. ഇതൊരു മുന്നറിയിപ്പാണ്. എന്താണ്? സംഘപരിവാറിനെ, ഹിന്ദുത്വയെ ആക്രമിക്കുന്ന ഒരു കലാസൃഷ്ടി ഇവിടെ ഉണ്ടാവരുത്.
അത് ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്ന് മനസ്സിലായല്ലോ. കഴിഞ്ഞ ദിവസം ലോക്സഭയിലെ CPIM കക്ഷി നേതാവ് കെ രാധാകൃഷ്ണൻ MP, മുൻ മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ MP, ലോക്സഭയിൽ വഖഫ് ബിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ അവിടെ പരാമർശിച്ച ഒരു ജർമ്മൻ കവിത, അത് ലോകമെമ്പാടും നാസികൾക്കെതിരെ, ഫാസിസത്തിനെതിരെ പ്രചാരണം നയിച്ചവരെല്ലാം ഏറ്റെടുത്ത ഒരു കവിതയാണ്. ആ ജർമ്മനിയിലെ ക്രിസ്തീയ പുരോഹിതനായ നാസിയെയും ഹിറ്റ്ലറെയും അവസാന കാലത്ത് എതിർത്ത് ആദ്യമൊക്കെ പിന്തുണച്ച മാർട്ടിൻ ലിയോ മുള്ളർ എന്ന് പറയുന്ന ക്രിസ്തീയ പുരോഹിതന്റെ കൺഫെഷൻ നോട്ട് പോയം, കൺഫെഷൻ കവിത, കുമ്പസാര കവിത എന്ന് മലയാളത്തിൽ പറയാം. കെ രാധാകൃഷ്ണൻ MP മുള്ളറുടെ കവിതകൾ, അതിലെ ലൈൻസ്, വരികൾ മുഴുവൻ വായിക്കാതെ അതിൻ്റെ പ്രമേയം മാത്രം ലോക്സഭയിൽ അദ്ദേഹം ചർച്ചയ്ക്കിടയിൽ അവതരിപ്പിച്ചു. വഖഫ് ബില്ലിനെതിരെയുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്, ഈ കുമ്പസാര കവിതയിലെ പാസ്റ്ററായ ക്രിസ്തീയ പുരോഹിതനായ മാർട്ടിൻ ലിയോ മുള്ളറുടെ കവിതയിൽ അതിൻ്റെ പ്രമേയം, അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്. ചെറിയ ഒരു കവിത, ഫാസിസത്തിനെതിരെ, നാസികൾക്കെതിരെയുള്ള കവിത. ഫസ്റ്റ് ഡേ കെയിം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഫസ്റ്റ് ഡേ കെയിം, അവർ ആദ്യം വന്നു. ഫസ്റ്റ് ഡേ കെയിം ഫോർ ദ കമ്മ്യൂണിസ്റ്റ്. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടിയാണ് വന്നത്. ആൻഡ് ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഔട്ട്, ഞാനതിനെ എതിർത്തില്ല. ബിക്കോസ് ഐ വാസ് നോട്ട് എ കമ്മ്യൂണിസ്റ്റ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് എതിർത്തില്ല. ദെൻ ദേ കെയിം ഫോർ ദ സോഷ്യലിസ്റ്റ്. പിന്നെ അവർ, നാസികൾ, ഹിറ്റ്ലറുടെ പട്ടാളം സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചു വന്നു. ആൻഡ് ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഔട്ട്, ഞാൻ എതിർത്തൊന്നും മിണ്ടിയില്ല. ബിക്കോസ് ഐ വാസ് നോട്ട് എ സോഷ്യലിസ്റ്റ്, ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു. ദെൻ ദേ കെയിം ഫോർ ദ ട്രേഡ് യൂണിയനിസ്റ്റ്. പിന്നെ നാസികൾ ട്രേഡ് യൂണിയൻ നേതാക്കളെ തേടി വന്നു. ആൻഡ് ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഔട്ട് ബിക്കോസ് ഐ വാസ് നോട്ട് എ ട്രേഡ് യൂണിയനിസ്റ്റ്, ഞാൻ എതിർത്തില്ല, സംസാരിച്ചില്ല, എന്തെന്നാൽ ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് അല്ലായിരുന്നു. ദെൻ ദേ കെയിം ഫോർ ദ ജ്യൂസ്. പിന്നെ അവർ ജൂതന്മാരെ തേടി വന്നു നാസികൾ. ആൻഡ് ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഔട്ട്, ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല. ബിക്കോസ് ഐ വാസ് നോട്ട് എ ജ്യൂ, ഞാനൊരു ജൂതനല്ലായിരുന്നു. ദെൻ ദേ കെയിം ഫോർ മീ. പിന്നെ അവർ എന്നെ തേടി വന്നു, നാസികൾ. ആൻഡ് ദർ വാസ് നോ വൺ ലെഫ്റ്റ് ടു സ്പീക്ക് ഫോർ മീ. എനിക്ക് വേണ്ടി വാദിക്കാൻ, സംസാരിക്കാൻ ഒരൊറ്റയാളും അവിടെ അവശേഷിച്ചിരുന്നില്ല. മറ്റെല്ലാവരെയും നാസികൾ കൊണ്ടുപോയി. ഇതാണ് മാർട്ടിൻ ലിയോ മുള്ളറുടെ ഫസ്റ്റ് ഡേ കെയിം എന്ന് പറയുന്ന കവിത, പോയം. ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു മുള്ളറെ. വർഷങ്ങളോളം ജയിലിൽ കിടന്നു. ഭാഗ്യത്തിന് കൊലക്കയർ കുരുക്കിയില്ല നാസികൾ. എങ്ങനെയോ രക്ഷപ്പെട്ട് ജയിലിൽ നിന്ന് പുറത്തു വന്നു. ജർമ്മനിയിൽ നാസികളുടെ, ഹിറ്റ്ലറുടെ പതനത്തിന് ശേഷം പിന്നെ അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ച് ഫാസിസത്തിനെതിരെ പ്രവർത്തിക്കുകയായിരുന്നു മാർട്ടിൻ ലിയോ മുള്ളർ. ഈ കവിതയാണ് കെ രാധാകൃഷ്ണൻ പാർലമെന്റിൽ ഉദ്ധരിച്ചിട്ട് വഖഫ് ബില്ലിനെതിരെ സംസാരിച്ചത് ലോക്സഭയിൽ. അപ്പോൾ എമ്പുരാൻ്റെ കാര്യം എടുത്താലും, വഖഫ് ബില്ലായാലും, മറ്റെന്തെടുത്താലും ഫാസിസം വളരെ മൃദുഹസ്തങ്ങളുമായിട്ട് വന്ന് നമ്മളെ തലൂടും തോളത്ത്. നമ്മളറിയും നമ്മുടെ സുഹൃത്താണ് ഈ വന്നത്. പിന്നെയാണ് അതിൻ്റെ കരാളഹസ്തമാണ് നമ്മുടെ ചുമലിൽ, തോളിൽ പതിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അതും മനസ്സിലാക്കാൻ പാസ്റ്റർ മുള്ളർ ഒത്തിരി വളരെ വൈകിപ്പോയിട്ടാണ് മുള്ളർ അറിയുന്നത് ഈ മൃദുസ്പന്ദനം തൻ്റെ അന്ത്യത്തിലേക്കാണ്. പക്ഷെ അപ്പോഴത്തേക്ക് വൈകിപ്പോയിരുന്നു. ഭാഗ്യത്തിന് അദ്ദേഹത്തിന് ജീവൻ രക്ഷ കിട്ടി. നാസികൾ കൊന്നു തള്ളിയില്ല. എത്രയോ ലക്ഷങ്ങളെയാണ് നാസികൾ കൊന്നു തള്ളിയത്. എമ്പുരാനിൽ, ഗോദ്രയിൽ നടന്ന കലാപത്തെക്കുറിച്ച് 2000-ലധികം പേരെ കൊന്നു തള്ളിയതിനെക്കുറിച്ച് പറയുമ്പോൾ ഫാസിസത്തിന് മൃദുവായൊരു മുഖമാണ് ആദ്യമുണ്ടാവുക. പിന്നെയാണ് അതിൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ കാണുക. അത് എമ്പുരാൻ്റെ അണിയറ ശില്പികൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. സിനിമയിൽ മറ്റൊരാളും ഈ രാജ്യത്തും കേരളത്തിലും ഇനി മറ്റൊരു എമ്പുരാനുമായി വരണ്ട, അതിൻ്റെ ഫയൽ
അതിൻ്റെ തിരക്കഥയും കഥയും മടക്കി വെച്ചോളൂ, പെട്ടിയിൽ വെച്ചോളൂ, അല്ലെ തീയിലിട്ടോളൂ, അതൊന്നും ഇവിടെ നടക്കില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് എമ്പുരാൻ്റെ ശില്പികൾക്കെതിരെ ഇപ്പോൾ നടക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം. ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇത് തുടരും. വരും നാളുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.